Hi learners, welcome to I Plus Training Solutions. കേട്ടറ്റ് കാറ്റഗറി 2 സോഷ്യൽ സയൻസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററി ക്ലാസ്സുകളാണ് നമ്മൾ ഇന്ന് ആരംഭിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി I Plusന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റോൺ ഏജിനെ കുറിച്ചാണ്. സ്റ്റോൺ ഏജിലെ പാലിയോലിത്തിക് ഏജിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പാലിയോലിത്തിക് ഏജിന്റെ എല്ലാ സവിശേഷതകളും നമ്മൾ വ്യക്തമായിട്ട് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് കഴിയുന്നതോടുകൂടിയിട്ട് ഈ പാലിയോലിത്തിക് ഏജിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും, ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് പോവാം. സ്റ്റോൺ ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിലകൾ കൊണ്ട് ജീവിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം, അതിനെയാണ് സ്റ്റോൺ ഏജ് എന്ന് വിശദീകരിക്കുന്നത്. അപ്പൊ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത് പ്രീ ഹിസ്റ്ററി നമ്മുടെ ഹിസ്റ്റോറിക്കൽ പീരീഡിനെ, അതായത് പ്രാചീന കാലഘട്ടത്തിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം അല്ലെ. പ്രീ ഹിസ്റ്ററി, പ്രോട്ടോ ഹിസ്റ്ററി, ഹിസ്റ്റോറിക് പീരീഡ്, അങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം ആൻഷ്യന്റ് ഹിസ്റ്ററിനെ. അപ്പൊ അതിലെ പ്രീ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണ്? ബിഫോർ ദ ഇൻവെൻഷൻ ഓഫ് റൈറ്റിംഗ്. ഓക്കെ, ബിഫോർ ദ ഇൻവെൻഷൻ ഓഫ് റൈറ്റിംഗ് കണ്ടുപിടിക്കട്ടാണ് എന്ത് പ്രീ ഹിസ്റ്ററി എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റൈറ്റിംഗ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് നമുക്ക് ഡെസിഫർ ചെയ്യാനായിട്ട്, വായിച്ചെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതാണ് പ്രോട്ടോ ഹിസ്റ്ററി അല്ലെങ്കിൽ പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ രീതിയിലുള്ള റൈറ്റിംഗ്സ് അല്ലെങ്കിൽ അതിനോട് സിമിലർ ആയിട്ടുള്ള റൈറ്റിംഗ്സ് ഒക്കെ ഉള്ള ഒരു കാലഘട്ടം. അതാണ് കുറച്ചുകൂടി മോഡേൺ പീരീഡ് ആണ് ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോ സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റോൺ ഏജ് റെപ്രസെന്റ് ദ പ്രീ ഹിസ്റ്ററി ബിഫോർ ദ ഇൻവെൻഷൻ ഓഫ് റൈറ്റിംഗ് were early primary used stone to manufacture tools. അതായത് ടൂൾസ് ഉണ്ടാക്കാനായിട്ട് പ്രധാനമായിട്ടും early ഹ്യൂമൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു എക്യുപ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്റ്റോൺ ആയിരുന്നു അല്ലെ. സ്റ്റോൺ ആയിരുന്നു. ഓക്കെ, ദെൻ ഇവരുടെ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരു മാസീവ് ടൈം ഫ്രെയിം ആണ് ഈ സ്റ്റോൺ ഏജിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഏകദേശം ഒരു 2.6 മില്യൺ ഇയേഴ്സ് മുതൽ അഡ്വെന്റ് ഓഫ് മെറ്റൽ വർക്കിംഗ്, അതായത് മെറ്റൽ വർക്ക്, വെങ്കലയുഗത്തിന്റെ ഒരു ആരംഭത്തോട് കൂടിയിട്ടാണ് ഈ സ്റ്റോൺ ഏജ്, എക്സാക്ട് ഒരു സ്റ്റോൺ ഏജ് അവസാനിക്കുന്നത്. അതായത് ഏകദേശം ഒരു 4000 BC ടു 2000 BC വരെയുള്ള ഒരു കാലഘട്ടം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇതിന്റെ പീരീഡ് ആയിട്ട് ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, സ്റ്റോൺ ഏജിലെ പീപ്പിളിന്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇവർ താമസിച്ചിട്ടുണ്ടായിരുന്നത് എവിടെയായിരുന്നു? കാടുകളിലായിരുന്നു അല്ലെ. ഇവർ താമസിച്ചിട്ടുണ്ടായിരുന്നത് വനങ്ങളിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല അവരുടെ ഫുഡ് എന്ന് പറയുന്നത് ഈ ഫോറസ്റ്റ് റിസോഴ്സസ് ഒക്കെ ആയിരുന്നു. അതായത് കായ്ക്കനികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട്, അതുപോലെ തന്നെ മൃഗങ്ങളെ വേട്ടയാടി, ഹണ്ടിങ് ഓഫ് ആനിമൽസ്. ഓക്കെ, അവയുടെ മാംസമുദ്ര ആദ്യകാലങ്ങളിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ സ്റ്റോൺ ഏജിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെയായിരുന്നു. അപ്പൊ അവരുടെ ആ ഒരു ചുറ്റുപാടിൽ നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്ന റഫ് ആയിട്ടുള്ള സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് അവർ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പൊ വേട്ടയാടലും ഹണ്ടിങ്ങും അതുപോലെയുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ റഫ് സ്റ്റോൺസ് യൂസ് ചെയ്തുകൊണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഈ സ്റ്റോണുകൾ യൂസ് ചെയ്തുകൊണ്ട് ഇവരുടെ ഡേ ടു ഡേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ പീരീഡിനെയാണ് നമ്മൾ സ്റ്റോൺ ഏജിനെ മൂന്നായിട്ട് തരംതിരിക്കാം. 3 ഏജ് സിസ്റ്റം എന്നാണ് പറയുന്നത്. അതായത് ആ ഉപയോഗിച്ച ബേസിസിലാണ് മൂന്നായിട്ട് സ്റ്റോൺ ഏജിനെ തരംതിരിക്കുന്നത്. അതാണ് പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്. പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത് ഓൾഡ് സ്റ്റോൺ ഏജ് ആണ്. മെസോലിത്തിക് മിഡിൽ സ്റ്റോൺ ഏജ് ആണ്. നിയോലിത്തിക് എന്ന് പറയുന്നത് ന്യൂ സ്റ്റോൺ ഏജ് ആണ്. അപ്പോൾ ഈ പാലിയോലിത്തിക്കിന്റെയും നിയോലിത്തിക്കിന്റെയും ഒരു ബ്രിഡ്ജ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ ഏജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒന്നാണ് മെസോലിത്തിക് ഏജ്. അപ്പൊ ഈ മൂന്ന് ഏജിനെ കുറിച്ചിട്ട് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്.
ഈ ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിൽ നമ്മൾ പാലിയോളിത്തിക് ഏജിനെ കുറിച്ചിട്ടാണ് വിശദീകരിക്കുന്നത്. പാലിയോളിത്തിക് ഏജിന്റെ കീ ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? നൊമാഡിക് ഹണ്ടർ ഗാദേഴ്സ് ആയിരുന്നു എന്നുള്ളതാണ്. അതുപോലെ അവർ പരിക്കായിട്ടുള്ള റഫ് സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്സ്, ചോപ്പേഴ്സ്, ക്ലീവേഴ്സ് എന്നിങ്ങനെയുള്ള യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടുമാണ് കീ ഫീച്ചർ ആയിട്ട് പറയുന്നത്. അത് മാത്രമല്ല ഇൻവെൻഷൻ ഓഫ് ഫയർ, തീയുടെ കണ്ടുപിടുത്തവും ഒരു പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺ ആയിട്ട് നമുക്ക് പറയാവുന്ന ഒന്നാണ് പാലിയോളിത്തിക് ഏജിൽ. അപ്പൊ പാലിയോളിത്തിക് ഏജിന്റെ ബാക്കി ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. പാലിയോളിത്തിക് ഏജ് അഥവാ ഓൾഡ് സ്റ്റോൺ ഏജിന്റെ ടൈം പീരീഡ് ആണ് നമ്മൾ പറയുന്നത്. ടൈം പീരീഡ് എന്ന് പറയുന്നത് എപ്പോഴാണ്? അപ്രോക്സിമേറ്റ്ലി 2 million years ago to 10,000 BC. അപ്പൊ അത് ഓരോ പ്രദേശത്തിനനുസരിച്ചിട്ട് വാരി ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ വേൾഡ് കോണ്ടെക്സ്റ്റിലുള്ള ഒരു ഏകദേശം പീരീഡ് ആണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോഴും അതുപോലെ ഓരോ റീജിയണൽ വേരിയേഷൻസ് ഉണ്ടായിരിക്കും കേട്ടോ ഈ ഇതിന്. എന്നാലും ഒരു എന്താ റഫായിട്ട് നമുക്ക് ഇങ്ങനെ മൊത്തത്തിൽ പറയുമ്പോൾ 2 million years ago to 10,000 BC വരെയാണ് പാലിയോളിത്തിക് ഏജിന്റെ ഒരു ഏകദേശം പീരീഡ് വരുന്നത്. അപ്പൊ ഈ പാലിയോ എന്നുള്ള വേർഡിന്റെ ഡെറിവേഷൻ ആണ് നമ്മൾ പറയുന്നത്. അതായത് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്? ഗ്രീക്ക് വേർഡ്സ്, 2 ഗ്രീക്ക് വേർഡ്സ് ആയിട്ടുള്ള പാലിയോ മീൻസ് എന്താണ്? ഓൾഡ് അല്ലെങ്കിൽ ആൻഷ്യന്റ് എന്നാണ് പാലിയോ എന്നുള്ളതിന്റെ മീനിങ് വരുന്നത്. ദെൻ ലിത്തോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശില, സ്റ്റോൺ എന്നാണ് മീനിങ് വരുന്നത്. അപ്പൊ പാലിയോലിത്തിക് എന്നുള്ളതിന്റെ മീനിങ് വരുന്നത് എന്താണ്? പഴയ ശില, അതായത് വിശേഷിപ്പിക്കുന്ന ഒന്നാണ് ഈ പാലിയോലിത്തിക് ഏജ് എന്നുള്ള ഒരു ടേം മീനിങ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. എവിടെ നിന്നാണ്? പലപ്പോഴും ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് ഗ്രീക്ക് ആണ് കേട്ടോ. നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരാറുണ്ട് ഗ്രീക്ക് ആണോ ലാറ്റിൻ ആണോ എന്നുള്ളത്. ഓക്കെ, ഗ്രീക്ക് വേർഡിൽ നിന്നാണ് പാലിയോലിത്തിക് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ പാലിയോലിത്തിക് ഏജ് ഉണ്ടായിരുന്ന ഒരു ജിയോളജിക്കൽ ഇറ എന്ന് പറയുന്നത് പ്ലേസ്റ്റോസിൻ എപ്പക് ആണ്. അതായത് ഐസ് ഏജ്. ഓക്കെ, പ്ലേസ്റ്റോസിൻ ആണ് ഓർമ്മയിൽ വെക്കട്ടെ. പ്ലേസ്റ്റോസിൻ എപ്പക് ആണ് ജിയോളജിക്കൽ ഇറ ആയിട്ട് വരുന്നത്. ഐസ് ഏജ് ആണ്. അതായത് ഈ പ്ലേസ്റ്റോസിൻ എപ്പക് എന്ന് പറയുന്നത് ഐസ് ഏജിൽ പെടുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഈ പാലിയോലിത്തിക് പീരീഡില് വേ ഓഫ് ലൈഫ് ആണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. നൊമാഡിക് ലൈഫ് ആയിരുന്നു. നൊമാഡിക് ലൈഫ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻസ് നൊമാഡ്സ് ആയിട്ടായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. നൊമാഡ്സ് എന്ന് പറയുമ്പോൾ വേട്ടയാടി ജീവിതം നയിച്ചിരുന്നവര്. അതായത് ഒരു സ്ഥലത്ത് സെറ്റിൽഡ് ആയിട്ട് ജീവിക്കാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടന്നു വരുന്നവരായിരുന്നു. നാടോടികളായിരുന്നു. നൊമാഡിക് എന്നുള്ളതിന്റെ എക്സാക്ട് മീനിങ് വരുന്നത് നാടോടികൾ എന്നാണ് കേട്ടോ. ഓക്കെ, കോൺസ്റ്റന്റ്ലി മൂവിങ് ഇൻ സെർച്ച് ഓഫ് റിസോഴ്സസ്, അതായത് ഭക്ഷണമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിസോഴ്സസ് അന്വേഷിച്ചിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടന്നിട്ടുണ്ടായിരുന്ന ഒരു വേ ഓഫ് ലൈഫ് സ്റ്റൈൽ ആയിരുന്നു പാലിയോളിത്തിക് ഏജിൽ ഉണ്ടായിരുന്നത്. സബ്സിസ്റ്റൻസ് എങ്ങനെയായിരുന്നു? അവര് നിലനിന്നിട്ടുണ്ടായിരുന്നത് ഹണ്ടർ ഗാദേഴ്സ് ആയിരുന്നു. അതായത് വേട്ടയാടി ഉപജീവനം കഴിച്ചിട്ടുള്ളവരായിരുന്നു. ഹണ്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്ന ആനിമൽസ്, അതുപോലെ വൈൽഡ് ആനിമൽസിനെ ആയിരുന്നു അവര് ഫുഡിന് വേണ്ടിയിട്ട് ഹണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, വേട്ടയാടിയിട്ടുണ്ടായിരുന്നത്. ദെൻ അതുപോലെ തന്നെ ഗാദറിങ് എന്ന് പറയുമ്പോൾ വൈൽഡ് ഫ്രൂട്ട്സ്, അതുപോലെ റൂട്ട്, നട്ട്സ്, വെജിറ്റബിൾസ് അതൊക്കെയാണ് അവര് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അവരുടെ ഒരു നോളജ് എങ്ങനെയായിരുന്നു? അഗ്രികൾച്ചറിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഹൗസ് കൺസ്ട്രക്ഷനെ കുറിച്ചിട്ടോ പോട്രേനെ കുറിച്ചിട്ടോ ഒന്നും തന്നെ അവർക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല പാലിയോളിത്തിക് പീരീഡില്. പിന്നെ അവർക്ക് ഷെൽട്ടർ ആയിട്ട് ഉണ്ടായിരുന്നത് നാച്ചുറൽ കേവ്സും റോക്ക് ഷെൽട്ടേഴ്സും ഒക്കെ ആയിരുന്നു. ഇപ്പൊ ഇന്ത്യയിൽ നോക്കുമ്പോൾ ഭീംബേട്ക, മധ്യപ്രദേശിലെ ഭീംബേട്ക ഇത്തരത്തിലുള്ള ഒരു പാലിയോളിത്തിക് സൈറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ പാലിയോളിത്തിക് മെൻ താമസിച്ചിട്ടുണ്ടായിരുന്ന ഒരു നാച്ചുറൽ കേവ് അല്ലെങ്കിൽ റോക്ക് ഷെൽട്ടർ ആയിരുന്നു. ഓക്കെ, അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു നൊമാഡിക് ലൈഫ് ആയിരുന്നു എന്നാണ് അല്ലെ. പിന്നെ എങ്ങനെയാ അവർ താമസിക്കുക? അതായത് അവരിപ്പോ തൽക്കാലത്തേക്ക് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനും അങ്ങനത്തെ കാര്യത്തിനൊക്കെ യൂസ് ചെയ്യല്ലോ. അതാണ് കേട്ടോ ഈ ഷെൽട്ടർ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അവരൊരു സെറ്റിൽഡ് ലൈഫ് തുടങ്ങി എന്നതല്ല അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അവര് ഇങ്ങനെ ജസ്റ്റ് റെസ്റ്റിനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി തീയുടെ കണ്ടുപിടുത്തം, ഫയറിന്റെ ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് പാലിയോളിത്തിക് ഏജിലെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്ന ഒരു ഡെവലപ്മെന്റ് ആണ്. ഡിസ്കവറി ആൻഡ് കൺട്രോൾ
the use of fire was a significant development. അപ്പോൾ ഈ പാലോലിത്തിക്കിന്റെ അല്ലെങ്കിൽ ഒരു ലേറ്റർ സ്റ്റേജിലാണ് അവർ തീയുടെ കണ്ടുപിടുത്തം, അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ തീയൊന്നും അവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അവർ തീ കണ്ടുപിടിച്ചു. എന്നിട്ട് ആ തീയിനെ അവർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ തീയുടെ പല പല ഉപയോഗങ്ങൾ അവർ കണ്ടെത്തി. ഇപ്പോൾ ലൈറ്റ് കിട്ടാനായിട്ടുള്ള പർപ്പസ്, അതായത് ഗുഹകളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ലൈറ്റിന് വേണ്ടിയിട്ട് അവര് മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചിട്ട്, അതായത് ഈ അവര് വേട്ടയാടിയിട്ടുണ്ടായിരുന്നല്ലോ, ആ മൃഗങ്ങളുടെ ഫാറ്റ് ഉപയോഗിച്ചിട്ട് അവര് തീ കത്തിക്കാനായിട്ടൊക്കെ തുടങ്ങി. ഓക്കെ, അങ്ങനെ ഗുഹകളിലൊക്കെ വെളിച്ചം കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അവര് ഭക്ഷണം വേവിച്ച് കഴിക്കാനായിട്ട് തുടങ്ങി. ഇപ്പൊ അവര് തീയിലൂടെ ഇങ്ങനെ വേവിച്ചു കഴിഞ്ഞാലുള്ള ഫുഡ്, ഒരു മീറ്റ് കുറച്ചുകൂടി ടേസ്റ്റ് ആണെന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവുക? അതായത് ഈ കാട്ടുതീയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ ഈ കാട്ടുതീയൊക്കെ വന്ന സമയത്ത് അതിൽ വെന്തു പോയിട്ടുണ്ടായിരുന്ന മൃഗങ്ങളുടെ മാംസം അവര് കോയിൻസിഡന്റലി അവർ ഭക്ഷിക്കാനായിട്ട് ഇടയായിട്ടുണ്ടാവും. അപ്പൊ അത് കുറച്ചും കൂടി ടേസ്റ്റ് ആണ്, കുറച്ചുകൂടി സോഫ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് അവരിങ്ങനെ തീ കണ്ടുപിടിച്ച് അത് യൂസ് ചെയ്യാനായിട്ട്, അതായത് തീ കത്തിച്ചിട്ട് മാംസം വേവിച്ച് കഴിക്കാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ടൂൾസ് ആൻഡ് ടെക്നോളജി നോക്കുമ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന മെറ്റീരിയൽ ഏതായിരുന്നു? ഓഫ് കോഴ്സ് സ്റ്റോൺ മെറ്റീരിയൽ ആയിരുന്നു അല്ലെ, സ്റ്റോൺ ആയിരുന്നു. അൺപോളിഷ്ഡ് ആയിട്ടുള്ള റഫ് സ്റ്റോൺ ആയിരുന്നു ഇവര് ടൂൾസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഫൺ ക്വാർട്സൈറ്റ് എന്ന പേരുള്ള ഒരു ടൈപ്പ് ഓഫ് റോക്ക് ഇവര് ഓഫൺലി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ടൂൾ ടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ചിപ്പ്ഡ് ക്രൂഡ് സ്റ്റോൺ ടൂൾസ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ടേമുകളൊക്കെ ഹൈലൈറ്റ് ബോൾഡ് ആക്കി ചെയ്തിട്ടുള്ള ഒരു നെയിംസ് ഒക്കെ ഒന്ന് ഓർമ്മയിൽ വെക്കുക. ഏതായിരുന്നു? ചിപ്പ്ഡ് ആൻഡ് ക്രൂഡ് സ്റ്റോൺ ടൂൾസ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രൈമറി ടൂൾസ് ഏതൊക്കെയായിരുന്നു? ഹാൻഡ് ആക്സ്, കൈമഴു എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ടൂള്, ക്ലീവേഴ്സ്, ചോപ്പേഴ്സ്, സ്ക്രാപ്പേഴ്സ്, ബറിൻസ്. ഓക്കെ, അപ്പൊ അതിൽ സ്ക്രാപ്പേഴ്സും അതുപോലെ തന്നെ ബറിൻസും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കോമൺലി മിഡിൽ അതുപോലെ അപ്പർ ഫേസിലായിരുന്നു. എന്താണ് മിഡിൽ അപ്പർ എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് പറയും. ദെൻ ടൂൾ മേക്കിംഗ് ട്രഡീഷൻ എന്ന് പറയുന്നത് ഫ്ലേക്കിങ്, ചിപ്പിങ് അങ്ങനെയൊക്കെ ആയിരുന്നു. അതായത് കൽച്ചീളുകളൊക്കെ ഇങ്ങനെ പാറകളിൽ നിന്നൊക്കെ ഇങ്ങനെ അടർത്തിയെടുക്കുക, അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു അവർ ഈ ടൂൾസ് മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ടൂൾസ് ഇങ്ങനെ കുത്തിപ്പൊട്ടിച്ച് അപ്പൊ അതിങ്ങനെ ഒരു വലിയ സ്റ്റോൺ ഒക്കെ എടുത്ത് അതിങ്ങനെ കുത്തി പൊട്ടിച്ചിട്ട് പല പല മോഡലില് പല പല രൂപത്തിലേക്ക് ആക്കിയിട്ട് അത് ഇങ്ങനെ എന്തെങ്കിലും വടിയിലോ അല്ലെങ്കിൽ കുറച്ചും കൂടി വലിയ മരത്തിന്റെ കമ്പിലൊക്കെ കെട്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആനപ്പെട്ട ടൂൾസിന്റെ പേരുകൾ ഓർമ്മയിൽ വെക്കുക. ഹാൻഡ് ആക്സ്, ക്ലീവേഴ്സ്, ചോപ്പേഴ്സ്, സ്ക്രാപ്പേഴ്സ് ആൻഡ് ബറിൻസ്. സ്ക്രാപ്പേഴ്സും ബറിൻസും കോമൺലി മിഡിൽ അപ്പർ ഫേസിലാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാലിയോലിത്തിക് ഏജിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പാലിയോലിത്തിക് ഏജിനെ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോൺ ടൂളിന്റെ ടൈപ്പിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോൺ ടൈപ്പിനനുസരിച്ചിട്ട് മൂന്നാക്കിയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ദാറ്റ് ഈസ് ലോവർ പാലിയോലിത്തിക് ഏജ്, മിഡിൽ പാലിയോലിത്തിക് ഏജ്, അപ്പർ പാലിയോലിത്തിക് ഏജ്. ഇത് മൂന്നും എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് വിശദീകരിക്കാം. ആദ്യത്തേതാണ് ലോവർ പാലിയോലിത്തിക് ഏജ്. ലോവർ പാലിയോലിത്തിക്കിന്റെ പ്രത്യേകത എന്താണ്? ഡോമിനേറ്റഡ് ബൈ ഹെവി റഫ് ഹാൻഡ് ആക്സ് ആൻഡ് ക്ലേവേഴ്സ്. അപ്പോൾ ഇവര് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലോവർ പാലിയോലിത്തിക്കിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹെവി ആയിട്ടുള്ള ഭയങ്കര വലിയ റഫ് ആയിട്ടുള്ള ഹാൻഡ് ആക്സ് ആണ്. ദെൻ ക്ലേവേഴ്സ്, പാർട്ട് ഓഫ് ദ അക്കീലിയൻ കൾച്ചർ, അക്കീലിയൻ ട്രഡീഷൻ. അപ്പൊ ഈ ലോവർ പാലിയോലിത്തിക്ക് വരുന്ന കീ സൈറ്റുകൾ ഏതൊക്കെയാണ്? ഇൻഡെക്സ്ഡ് ആണ് പറയുന്നത് കേട്ടോ. സോൻ വാലി, പാകിസ്ഥാനിലെ സോൻ വാലി, യുപിയിലെ ബെലൻ വാലി, മഹാരാഷ്ട്രയിലെ ബോറി, ഭീംബേഡ്ക റോക്ക് ഷെൽട്ടേഴ്സ്, മധ്യപ്രദേശിലെ ഭീംബേഡ്ക റോക്ക് ഷെൽട്ടേഴ്സ്. ഇതൊക്കെയാണ് ലോവർ പാലിയോലിത്തിക് സൈറ്റുകളായിട്ട് വരുന്നത്. ലോവർ പാലിയോലിത്തിക് സൈറ്റുകളായിട്ട് വരുന്നത്. അപ്പൊ പ്രത്യേകത എന്താണ്? ഭയങ്കര ഹെവി ആയിട്ടുള്ള വലിയ റഫ് സ്റ്റോൺ ടൂൾസ് ആണ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹാൻഡ് ആക്സ്, ക്ലീവേഴ്സ്. ഇനി നെക്സ്റ്റ് ആണ് മിഡിൽ പാലിയോലിത്തിക് ഏജ്. അതായത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ചുകൂടി ചെറിയ, അതായത് ലോവർ പാലിയോലിത്തിക് ഏജില്
വളരെ വലിയ ബൾക്കായിട്ടുള്ള സ്റ്റോൺ ടൂൾസ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടി സ്മോളർ ആയിട്ടുള്ള ടൂൾസ് ആയിട്ട് മാറി. അതുപോലെ തന്നെ ഫ്ലേക്സ് കൂടുതലായിട്ട്, അതായത് കൽച്ചീളുകൾ കൂടുതലായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാറകളിൽ നിന്നൊക്കെ ഇങ്ങനെ അടർത്തിയെടുക്കുന്ന, അതായത് പൊട്ടിക്കെടുക്കുന്ന പാറകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ അടർത്തിയെടുക്കുന്ന ടൈപ്പ് ടൂൾസ്, ഫ്ലേക്സ് ആണ് ഇവര് പ്രധാനമായിട്ടും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ അത് ഉപയോഗിച്ചിട്ട് സ്ക്രാപ്പേഴ്സ്, പോയിന്റ്സ്, ബോറേഴ്സ് ഒക്കെ അവർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അതായത് കുറച്ചും കൂടി മൊനയുള്ള ടൈപ്പ് ടൂൾസ് ഒക്കെ അവർ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ദെൻ ഇവിടെയാണ് നിയാണ്ടർതാൽ ലൈക്ക് മെൻ, നിയാണ്ടർതാൽ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. അത് ഈ മിഡിൽ പാലോളിത്തിക്കിലാണ് കേട്ടോ. ഹോമിനിൻ അസോസിയേഷൻ ആയിട്ട് വരുന്നത് നിയാണ്ടർതാൽ ലൈക്ക് മെൻ. ഓക്കെ, അതേതാണ് ബേസിക്കലി പാലോളിത്തിക് ഏജ് ആണ്. അതിൽ തന്നെ മിഡിൽ പാലോളിത്തിക്കിലാണ് നിയാണ്ടർതാൽ ലൈക്ക് മെൻ വരുന്നത്. വേൾഡ് കോണ്ടെക്സ്റ്റിൽ കേട്ടോ. തേർഡ് വൺ ഈസ് അപ്പർ പാലോളിത്തിക് ഏജ്. അപ്പർ പാലോളിത്തിക് ഏജിലാണ് ഹോമോസാപ്പിയൻസിന്റെ ഒറിജിൻ വരുന്നത്, അല്ലെങ്കിൽ മോഡേൺ ഹ്യൂമൻ ആയിട്ടുള്ള ഹോമോസാപ്പിയൻസിന്റെ ഒറിജിൻ വരുന്നത് എപ്പോഴാണ്? അപ്പർ പാലോളിത്തിക് ഏജിലാണ്. അപ്പോൾ ഇവിടുത്തെ ടൂൾ ടെക്നോളജി എന്ന് പറയുന്നത് ടൂൾസ് ആണ്, അതായത് കുറച്ചുകൂടി ലോങ് ആയിട്ടുള്ള പാരലൽ സൈഡഡ് ആയിട്ടുള്ള ഫ്ലേക്സ് യൂസ് ചെയ്തിട്ടുള്ള ബ്ലേഡ് ടൂൾസ് ആണ് പ്രധാനമായിട്ടും ഇവര് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് കല്ലുകളെ തന്നെ ഇത്തരത്തില് ബ്ലേഡ് പോലെ, അതായത് കുറച്ചുകൂടി പരന്ന തരത്തിലുള്ള പാരലൽ സൈഡുകൾ, രണ്ട് സൈഡും പാരലൽ ആയിട്ടുള്ള സൈഡുകളുള്ള കുറച്ചുകൂടി നീളമുള്ള ഫ്ലേക്സ് ആണ് ഇവര് ടൂളായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പ്രധാനമായിട്ടും കല്ലുകൾ കൊണ്ടും അതുപോലെ തന്നെ ബോണ് കൊണ്ട്, എല്ല് കൊണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ബോണ് അതുപോലെ ആന്റ്ലർ ഒക്കെ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ടൂൾസ് അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ദെൻ ആർട്ട്, അതുപോലെ തന്നെ ആർട്ട്, കൾച്ചർ, അതിന്റെ ഒക്കെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് എവിഡൻസുകൾ, അതായത് ഏർലി ഫോം ഓഫ് ആർട്ടും സിംബോളിക് തോട്ടും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കേവ് പെയിന്റിങ്സ് ആണ്. അതായത് ഭീംബേഡ് കേലൊക്കെ ഹണ്ടിങ്ങിന്റെ സീനുകൾ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുള്ളതായിട്ടൊക്കെ കാണാം. ഓക്കെ, നിങ്ങൾ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നോക്കാം. ഭീംബേഡ്കയില് ആനിമൽസിനെ ഹണ്ട് ചെയ്യുന്ന പിക്ചർ, അതായത് എങ്ങനെ എന്ത് തരത്തിലൊക്കെ ഹണ്ട് ചെയ്യണം എന്നുള്ള ഒരു റൂട്ട് മാപ്പ് ഒക്കെ പോലെയാണ് അവർ ആ പിക്ചർ അതിൽ വരച്ചു വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ കേവ് പെയിന്റ് അവര് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പല കളറുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തില് പെയിന്റിങ്സ്, കേവ് പെയിന്റിങ്സ് നടത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ഈ ചെടികൾ, നീരുണ്ടല്ലോ, അതായത് ചെടികളൊക്കെ പിഴിഞ്ഞിട്ടുള്ള അതിന്റെ നീരും അതുപോലെ ചെങ്കല്ലിന്റെ പൊടിയും ഒക്കെ ചേർത്തിട്ടാണ് അവർ ഈ നിറങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, നിറങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു? ഹോഴ്സ്, അതുപോലെ ഡീർ, ദെൻ ലയൺ, ദെൻ ലെപ്പേർഡ്, അതുപോലെ ബിയർ, അതുപോലെ കഴുതപ്പുലി, അങ്ങനെ പല തരത്തിലുള്ള മൃഗങ്ങളുടെ, ദെൻ കാട്ടുപന്നി, കാട്ടുപോത്ത്, അങ്ങനെയുള്ള പല കൈൻഡ് ഓഫ് മൃഗങ്ങളുടെ ഡെപ്പിക്ഷൻ നമുക്ക് ഇത്തരത്തിലുള്ള കേവ് പെയിന്റിങ്സിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, പാലോളിത്തിക് ഏജിന്റെ ക്വിക്ക് ഫാക്ട് ആണ് ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. അതായത് പാലോളിത്തിക് ഏജ്, അതായത് ഓൾഡിനെ കുറിച്ചിട്ട് നമ്മൾ വിശദീകരിച്ചു. അപ്പൊ അതൊന്ന് ക്വിക്ക് ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് നോക്കാം. അവരുടെ ലീവ്ലിഹുഡ് എങ്ങനെയായിരുന്നു? ഹണ്ടർ ഗാദേഴ്സ് ആയിരുന്നല്ലോ, അതായത് മൃഗങ്ങളെ വേട്ടയാടി അതുപോലെ ഫ്രൂട്ട്സ്, അതുപോലെ വെജിറ്റബിൾസ്, അങ്ങനത്തെ ഫോറസ്റ്റ് റിസോഴ്സസ് ഗ്യാദർ ചെയ്തിട്ടുമായിരുന്നു. അവരൊരു നൊമാഡിക് ലൈഫ് ആയിരുന്നു ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവർ ഗുഹകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് കേവ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? മൃഗങ്ങളിൽ നിന്ന് രക്ഷതയുള്ളത്, പോത്തുകളുടെ ആക്രമണമൊക്കെ വന്ന് അവർ ചിലപ്പോൾ ഗുഹകളുടെ ഉള്ളിലൊക്കെ കയറി ഒളിച്ചിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഗുഹകൾ. അതുപോലെ നല്ല തണുപ്പ്, മഴ, മഞ്ഞൊക്കെ വരുമ്പോ അപ്പൊ താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് അവര് ഗുഹകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ട് നൊമാഡിക് ലൈഫ് ആയിരുന്നു പാലോളിത്തിക് ഏജിൽ ഉണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം ഏതായിരുന്നു? ഫയർ ആയിരുന്നു അല്ലെ, യൂസ് ഓഫ് ഫയർ. എന്തിനു വേണ്ടിയിട്ടാണ് അവര് തീ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്? വേട്ടയാടി കിട്ടുന്ന വേട്ടയാടി കിട്ടുന്ന മൃഗങ്ങളുടെ മാംസം ഭക്ഷണമാക്കാനായിട്ട്, അതായത് അത് വേവിക്കാനായിട്ട്, ദെൻ ലൈറ്റിന് വേണ്ടിയിട്ട്, അത് ഗുഹകളിലൊക്കെ അവർ ഈ കേവ് പെയിന്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു സമയത്തൊക്കെ ഗുഹകളുടെ ഉള്ളിൽ ഇരുട്ടായിരിക്കുമല്ലേ, അപ്പൊ അവിടേക്ക് വെളിച്ചം കിട്ടാനായിട്ട് അവർ ഇത്തരത്തിൽ മൃഗക്കൊഴുപ്പും ഒക്കെ ഉപയോഗിച്ചിട്ട് തീ കത്തിച്ചിട്ടായിരുന്നു ലൈറ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ തണുപ്പുള്ള സമയത്ത് തണുപ്പ് അകറ്റാനായിട്ടും അവർ തീ കായാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പാലോളിത്തിക്കിന്റെ തന്നെ ലേറ്റർ ഫേസിൽ, അപ്പർ പാലോളിത്തിക്കിലൊക്കെ ആയിട്ടാണ് തീയുടെ കണ്ടുപിടുത്തമൊക്കെ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്യണേ.
സ്റ്റോൺ ടൈപ്പ് ഏതായിരുന്നു? അൺപോളിഷ്ഡ് റഫ് ചിപ്ഡ് സ്റ്റോൺ ടൂൾസ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെ കാലഘട്ടത്തിൽ ഏതൊക്കെ ടൂൾ ആണെന്നുള്ളത് നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അഗ്രികൾച്ചർ, പോട്ടറി മേക്കിംഗ്, പെർമനന്റ് ആബ്സെന്റ് ആയിരുന്നു, അതൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ആബ്സെന്റ് എന്നാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ, ആബ്സെൻസ്. അഗ്രികൾച്ചർ ഉണ്ടായിരുന്നില്ല, പോട്ടറി ഉണ്ടായിരുന്നില്ല, പെർമനന്റ് ഹൗസ് ഉണ്ടായിരുന്നില്ല. ദെൻ ആർട്ട് എവിഡൻസ് എന്ന് പറയുമ്പോൾ അപ്പർ പാലോളിത്തിക്കിൽ കേവ് പെയിന്റിങ്സ്, നമ്മൾ പറഞ്ഞു ഭീംബേട്ക പോലുള്ള സൈറ്റുകളിലുള്ള കേവ് പെയിന്റിങ്സ് അല്ലെ. ഭീംബേട്ക യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. 2003 യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലിസ്റ്റില് ഭീംബേട്ക സൈറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നാണ്. 2003 ഇന്ത്യയില് മനുഷ്യവാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ എവിഡൻസ് ലഭിക്കുന്ന ഒരു സൈറ്റ് കൂടിയാണ് ഭീംബേട്ക. എവിടെയാണ്? മഹാരാഷ്ട്രയല്ല, ഭീംബേട്ക മധ്യപ്രദേശിലെ MP-യിലുള്ള ഒരു സൈറ്റ് ആണ്. ഭോപ്പാലിൽ നിന്ന് ഒരു 45 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഭീംബേട്ക എന്ന് പറഞ്ഞുള്ള ലൊക്കേഷൻ വരുന്നത്. മഹാരാഷ്ട്രയല്ല, മധ്യപ്രദേശ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പാലിയോളിത്തിക് ഏജിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസുകളെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി എല്ലാ ഡീറ്റെയിൽസും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് വായിക്കണമെന്നുണ്ടെങ്കിൽ 6ാം ക്ലാസ്സിലെ നമ്മുടെ സ്റ്റേറ്റ് സിലബസിലെ CRT ടെക്സ്റ്റ് ബുക്ക് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 1 എയർലി ഹ്യൂമനെ കുറിച്ചിട്ട്, എയർലി ഹ്യൂമൻ ആൻഡ് സിവിലൈസേഷൻസ് എന്നുള്ള ചാപ്റ്റർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ കേട്ടിട്ട് സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്നുള്ള ലെവലിൽ നമ്മൾ CRT ടെക്സ്റ്റ് ബുക്കും കൂടി വായിച്ചിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഈ പോർഷന് ആ ഒരു ഭാഗത്ത് ഉണ്ട്. ഓക്കെ, താങ്ക് യു.